ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഒരു പുതിയ സബ്ജക്റ്റാണ് നമ്പർ 7. നമ്പർ 7ന്റെ ഇമ്പോർട്ടൻസ്, അതായത് മൊബൈൽ ന്യൂമറോളജിയുമായിട്ട് ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ 7 വന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ ചെയ്യാൻ തന്നെ ഒരു പ്രത്യേകിച്ച് കാരണമുണ്ട്. ഇന്നലെ ഒരു ആലപ്പുഴ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുനിന്ന് ഒരു വ്യക്തി എന്നെ വിളിക്കുകയുണ്ടായി. അപ്പം ഞാൻ പുള്ളിക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്, ഒത്തിരി പ്രശ്നം. അപ്പം ഞാൻ ഒന്നും ചെയ്തില്ല, മീൻസ് ഞാൻ ഇച്ചിരി ഫ്രീ ആയിരുന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ആ പുള്ളിയോട് ഒരു 10 ക്വസ്റ്റ്യൻ ഏകദേശം ചോദിച്ചു. ആ 10 ക്വസ്റ്റ്യനും യെസ് എന്നുള്ള ആൻസർ പറയേണ്ടതായിട്ട് വന്നു പുള്ളിക്ക്. അപ്പം ആളുടെ പേര് നമ്മൾ പറയുന്നില്ല, കാരണം നോക്കേ, ഇങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആ ഒരു സബ്ജക്റ്റ് ഇന്നൊരു വീഡിയോ ആയിട്ട് ചെയ്തേക്കാമെന്ന് പറയാം. കാരണം നമ്പർ 7 എന്ന് പറഞ്ഞാൽ ഒരുപാട് എനർജി, എല്ലാ നമ്പേഴ്സിനും എനർജി ഉണ്ട്. അപ്പം നിങ്ങൾ ചില ആൾക്കാർ ഇപ്പം നമ്മൾ ഇതിനു മുമ്പ് മൊബൈൽ ന്യൂമറോളജിയുടെ എന്ന് പറഞ്ഞാൽ നേരത്തെ അബാക് മീഡിയയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൺഡ്രഡ്സ് ഓഫ് കോൾസ് ആണ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്. ഇപ്പം തന്നെ അതിനകത്ത് 444 കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 444 എന്ന് പറഞ്ഞാൽ വയറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ ഇപ്പം 7ന്റെ ഇമ്പോർട്ടൻസ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ ഈ കാണുന്ന ആരെങ്കിലും ഇത് കാണുന്നവരുണ്ടെന്ന് നിങ്ങളുടെ മൊബൈലിനകത്ത് മൾട്ടിപ്പിൾ 7 വന്നാൽ 100% ഇതിനകത്ത് പറയുന്ന പല പ്രശ്നങ്ങളും കണ്ടിരിക്കും. 100%. അപ്പോൾ ഒരു 7 നമുക്ക് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ ബർത്ത് ചാർട്ടിലാണെങ്കിലും തീർച്ചയായിട്ടും 100%. അപ്പോൾ മൾട്ടിപ്പിൾ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 പ്രാവശ്യമൊക്കെ എന്നാൽ ഡൈവേഴ്സ്, ഫാമിലിയിലൊരു ഇതില്ല, വൈഫും ഹസ്ബൻഡുമായിട്ട് ഇഷ്യൂസ്, അങ്ങനെ ഒരുപാട് പ്രശ്നം വരും. അപ്പം ഇത് ലോഷോ ഗ്രിഡ് എന്ന് പറയും. ആ ലോഷോ ഗ്രിഡ് വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ബർത്ത് ചാർട്ടിനകത്തുള്ള മാതിരി തന്നെ ലോഷോ ഗ്രിഡ് ന്യൂമറോളജിക്കകത്തുണ്ട്. അപ്പോൾ 9 ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ 9 നമ്പേഴ്സ്, 1 മുതൽ 9 നമ്പേഴ്സ് എന്ന് 9 ഗ്രഹങ്ങളാണ്. അപ്പം അതിൻ്റെ ആയിട്ടുള്ള ഓരോ പാറ്റേൺ അനുസരിച്ചുള്ള ഓരോ എനർജി ഉണ്ട്. അപ്പോൾ അത് വിൽ പ്ലെയിന്, തോട്ട് പ്ലെയിന്, അങ്ങനെ പ്രാക്ടിക്കൽ പ്ലെയിന്, അങ്ങനെ പല, അല്ലെന്നൊരു രാജയോഗം, അങ്ങനെയൊക്കെ ഉള്ള പല ഈ നമ്പേഴ്സിനകത്ത് നമുക്ക് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് പല രീതിയിലായിട്ട്. നമ്മുടെ ആ ലോഷോ ഗ്രിഡ് വരച്ചെടുത്തിട്ട് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഈ 7 എന്ന് പറഞ്ഞ നമ്പറിൽ ഒരു വ്യക്തിയുടെ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ വലിയ മീൻസ് കുഴപ്പമില്ല, അത് നോർമലി ഓക്കെ. 2 പ്രാവശ്യം വന്ന് അപ്പോഴും അവർക്ക് ബർത്ത് ചാർട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ആ ഒക്കൾട്ട് അങ്ങനെയുള്ളതൊക്കെ പഠിക്കാനൊക്കെ ഉള്ള താല്പര്യം, ആത്മീയമായിട്ടുള്ള ഒരു കണക്ഷൻ ഓട്ടോമാറ്റിക്കലി ഒരു 2 പ്രാവശ്യം വന്നാൽ 100% ആ ഒരു കണക്ഷന് അല്ലെന്നിരി അങ്ങനെയുള്ള ഒരു കണക്ഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഇപ്പം 3 പ്രാവശ്യം വന്നെന്ന് വെച്ചു. 3 പ്രാവശ്യം വന്നു പറഞ്ഞാൽ 3 പ്രാവശ്യം ബർത്ത് ചാർട്ടിലോ ബർത്ത് ചാർട്ട് വരുന്നതെന്ന് ചിലപ്പോൾ എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ 1977 1977 എന്ന് പറഞ്ഞാൽ എത്രയായി? 4 പ്രാവശ്യം ആയില്ലയോ? അല്ലെ 2017 അപ്പം ആയില്ലയോ? 3 പ്രാവശ്യത്തിൽ കൂടുതലായല്ലോ. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഓരോരുത്തരുടെ ആ ബർത്ത് ചാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവരനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മൊബൈൽ നമ്പറിൻ്റെ കാര്യം മാത്രമാണ് മൾട്ടിപ്പിൾ 7. അപ്പോൾ പുള്ളിയുടെ മൊബൈൽ നമ്പർ 5 7ഓളം ഉണ്ട്. അപ്പോൾ നോക്കിക്കുക, അപ്പോൾ ആ വന്ന 7 വന്നപ്പോൾ 3 7. ഞാൻ ചോദിച്ചു, ഇപ്പോൾ മാരേജിൻ്റെ ഇഷ്യൂ, മാരേജ് ചെയ്ത ആളല്ല, ഗേൾ ഫ്രണ്ടുമായിട്ടുള്ള പ്രശ്നം, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫെയിലിയേഴ്സ്, മൾട്ടിപ്പിൾ അഫയേഴ്സ് വരാൻ സാധ്യത. ആ മൾട്ടിപ്പിൾ അഫയേഴ്സ് വന്നിട്ട് അത് പിന്നെ എന്താ പറയുക, ഫുൾഫിൽ ചെയ്യാതെ ബ്രേക്ക് ആവുക എന്ന് പറഞ്ഞാൽ ജീവിതത്തെ നിരാശകളെ, സങ്കടങ്ങളെ, തടസ്സങ്ങളെ, ആത്മീയമായിട്ടുള്ള കണക്ഷൻ വന്ന് അങ്ങനെ ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളെ, മിസ്ഫോർച്യൂന്, ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടികൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ വ്യക്തിയോട് പറഞ്ഞ് ഇപ്പോൾ എന്നോട് ഞാൻ പ്രത്യേകിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു 3 വർഷമായി മൊബൈൽ എടുത്തപ്പം മുതൽ കുറച്ച് സമയം കഴിഞ്ഞപ്പം മുതൽ ജീവിതത്തിൽ ത്രൂ ഔട്ട് ലൈഫിന് പ്രശ്നങ്ങളെ, അല്ലെന്നൊരു ആ കോമ്പിനേഷൻ ഞാൻ നോക്കിയപ്പോൾ ആ പുള്ളിയുടെ അമ്മയ്ക്ക് പ്രശ്നങ്ങൾ, മെഡിക്കലി പോയിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷന്, അങ്ങനെ ആ ഒരു പുള്ളിയുടെ ആ കോമ്പിനേഷൻ നോക്കിയപ്പോൾ ഇതിനകത്ത് മെയിൻ ഇപ്പോൾ 7ന്റെ പറയുന്നതെന്ന് പറഞ്ഞാലും പറയുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ മൊബൈൽ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതേമാതിരി 4 7 വന്നു കഴിഞ്ഞാൽ 5 7. അപ്പം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഒന്നും അല്ലെ ലൈഫ് ഈസ് സെറ്റ് ബാക്ക്, എന്താ പറയുന്ന ഒരു നല്ല മാരേജ് വന്ന് ഫാമിലി ലൈഫ് ഇതാക്കാൻ പറ്റിയാൽ. അപ്പോൾ ഈ പുള്ളിയോട് ഞാൻ ചോദിച്ചപ്പോൾ എന്താ പറയുന്നത്, കഴിഞ്ഞ ദിവസം എൻ്റെ റിലേഷൻഷിപ്പ് സ്പോയിലായി, ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നു, അത് സ്പോയിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ അർജൻറ്റ് നമ്പർ പറ്റും. അപ്പോൾ ചോദിച്ച കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ മാതിരി എന്താ പറയുന്നത്, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരാം, അല്ലെങ്കിൽ നമ്മൾ ആത്മീയമായിട്ടുള്ള ഒരു കണക്ഷൻ കൂടുതലായിട്ട് വരാം, ഒക്കട്ടുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു ഇത് അങ്ങനെ ഒക്കെ ഉള്ളത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി നിരാശകൾ, ജീവിതത്തിൽ നിരാശകൾ, മാരേജ് ചെയ്തിട്ട് ബർത്ത് ചാർട്ടിലാത്ത ഈ പറഞ്ഞ മാതിരി മാരേജ് ചെയ്ത് ജീവിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിലേഷൻ വന്ന് അവരെല്ലാം വിട്ടിട്ട് പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ, ഡൈവേഴ്സ് 100%. ചില ആൾക്കാർ പല ബർത്ത് ചാർട്ടും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സംഭവം വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാരേജ് ചെയ്യാതെ വർഷങ്ങളോളം ജീവിക്കുന്നപ്പോൾ അത് മാരേജ് ചെയ്തില്ലെന്ന് പറയും. മാരേജ് ചെയ്യാത്തതല്ല, ആക്ച്വലി അവർക്കെല്ലാം ലവ് അഫെയർസ് ഉണ്ടായിരുന്നു, എന്നിട്ട് അത് ബ്രേക്കായി.
ബ്രേക്ക് ആയിട്ടല്ല കല്യാണം കഴിച്ച ആ ഒരു വേണ്ടാന്നുള്ള ഒരു സിറ്റുവേഷൻ അതിനകത്തുനിന്ന് അവരുടെ ആ ലൈഫിലെ ആ ഒരു ബർത്ത് ചാർട്ടിന്റെ അകത്ത് നോക്കുമ്പോൾ ആ നമ്പർ ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 7 ഒക്കെ ഉള്ള ആൾക്കാർക്കുള്ള ആ 7ന്റെ ആയിട്ടുള്ള എനർജിയാണ്. അപ്പോൾ ആ ഒരു എനർജി വന്നു കഴിയുമ്പോഴത്തേന് ഉറപ്പാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ ഈ 7 എന്നല്ല, ഇപ്പം നമ്മൾ 7ന്റെ വരുന്ന ഓരോ നമ്പേഴ്സിനും ഇപ്പം തന്നെ ഈ 2000 കഴിഞ്ഞിട്ട് നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2000 കഴിഞ്ഞ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടിസം മാതിരിയുള്ള കുട്ടികൾക്ക് മെജോറിറ്റി ഒരു ആൾക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യത നമ്മുടെ വീഡിയോ വേറെ അത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഓരോ നമ്പേഴ്സിനും ഒത്തിരി പവർ, ഒരുപാട് എനർജി ഉണ്ട്. അപ്പോൾ മൊബൈൽ നമ്പറിൽ എപ്പോഴും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ മാതിരി 7 ഉണ്ടോ 100% അത് പ്രശ്നമാണ്, അത് മാറ്റിയിരിക്കണം. അത് തന്നെയല്ല, നമ്മുടെ ബർത്ത് ചാർട്ട് നോക്കിയിട്ട് നിങ്ങൾ പുതിയൊരു നമ്പർ എടുക്കണം. ഒന്നേന്ന് നല്ലതായിട്ടുള്ള ഒരു നമ്പർ നോക്കി എടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ എടുത്തിട്ട് കാര്യമില്ല, എല്ലാ വ്യക്തിയുടെയും നമ്പർ അനുസരിച്ച് എല്ലാം വ്യത്യാസമാണ്. അപ്പം നമ്മുടെ അടുത്ത് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നോക്കാനോ എടുക്കാനോ ഉണ്ടെന്ന് ഇതിനകത്ത് വാട്സപ്പ് ഉണ്ട്. വാട്സപ്പ് നമ്പർ അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫീസുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. നമ്മൾ 26 പേജുള്ള അതിൻ്റെ റിപ്പോർട്ട് തരും. പിന്നെ എന്ന് പറയാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല നമ്പർ ഏതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് ചാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ ലക്കി നമ്പറാണ്, ഫേവറബിൾ നമ്പർ ഏതാണ്, ഈ മിസ്സിംഗ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. മിസ്സിംഗ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ സപ്പോസ് 1 ആവശ്യമുള്ള നമ്പറാണ്, അത് നല്ല എനർജി വേണം ചിലപ്പോഴേ. അല്ലെങ്കിൽ 1ന്റെ ഒരു എനർജി സൂര്യനാണ്. ഇപ്പം അതിനകത്ത് ഇപ്പം ചില ആൾക്കാർക്ക് ഒത്തിരി ഇതായിട്ട് ഇപ്പം ചിലപ്പോൾ 2 ചേരേണ്ടതായിട്ടുള്ള വരും, അല്ല 2 ഒത്തിരി ഉണ്ടെന്ന് വെച്ചാൽ ചേരേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരും. അപ്പം അതേമാതിരി കലാകാരന്മാരാണ് 6ന്റെ കോമ്പിനേഷൻ, അവിടെ 6 ചേർക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ 5 പ്രിൻസ് ആണ്, അപ്പോൾ മെർക്കുറി. അപ്പോൾ അങ്ങനെ അതുപോലെ 9 മിസ്സിങ് ആണ്. 9 ഇപ്പം മൾട്ടിപ്പിൾ 3, 2 ഒക്കെ വരുന്നതിന് വരെ 9 അവിടെ കയറ്റിയില്ല. 9 എന്നാൽ 9ന് ഒരു എനർജി ഉണ്ട്, വാരിയറാണ്, ഫൈറ്ററാണ്. അപ്പോൾ അവരില്ലെന്ന് വരില്ല. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റാതിരിക്കുക, അല്ലെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാൻ പറ്റാതെ വരും. അപ്പോൾ ആ 90 ആയിട്ടുള്ള മിസ്സിങ് ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ എനർജി അവിടെ കാണും. അപ്പം ഇങ്ങനെ ഓരോ നമ്പേഴ്സിനും ഓരോ എനർജി ഉണ്ട്. ആ എനർജി അനുസരിച്ച് ഈ പറഞ്ഞ മാതിരി നിങ്ങൾ വിചാരിക്കും വെറും നമ്പറാണല്ലോ, കുഴപ്പമില്ല. അപ്പോൾ ഇത് ഭയങ്കര ഒരുപാട് അഡ്വാൻസ് ആയിട്ടുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട്. ഓരോ നമ്പറിനും ഒരുപാട് എനർജി ഉണ്ട്. അപ്പോൾ ആ ഒരു നമ്പർ നോക്കിയിട്ട് ഇപ്പോൾ ബിസിനസ്സുകാർ ആണെങ്കിൽ പോലും ചില നമ്പേഴ്സ്, പ്രത്യേകിച്ച് 555 അല്ല പൊളിറ്റീഷ്യൻസ് ആണ് 19 അങ്ങനെയുള്ള ഒരു കോമ്പിനേഷനും 5ഉം അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു കാര്യങ്ങൾ, അല്ലെ വന്നിട്ട് ടോട്ടൽ നമ്പേഴ്സിൻ്റെ കോമ്പിനേഷന്. അപ്പോൾ നോക്കാം, നമ്മളെപ്പോഴും ഈ നമ്പർ ഹാസ് ആൻ എനർജി. നമ്മളെപ്പോഴും ഇത് യൂസ് ചെയ്യുന്നില്ല. ഈ നമ്പർ ഇങ്ങനെ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞോ അറിയാതെയോ നമുക്കൊരു 3 വർഷമൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേന്, പ്രത്യേകിച്ച് 1 വർഷം കഴിയുമ്പോഴത്തേന് അതിൻ്റെ റേഡിയേഷൻ വന്നു തുടങ്ങും. 1 വർഷം 6 മാസം വരുമ്പോഴേ വന്നു തുടങ്ങും. അപ്പം നമുക്ക് ചില ആൾക്കാർക്ക് ഹോസ്പിറ്റലുമായിട്ട് മൾട്ടിപ്പിളായിട്ട് പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ, അങ്ങനെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായിട്ട് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് വരാം. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഞാൻ പറയുന്നത് 100% അങ്ങനെയുള്ള നമ്പർ നമ്മുടെ ബർത്ത് ചാർട്ട് നോക്കിയിട്ട്, ബർത്ത് ഡേറ്റ് നോക്കിയിട്ട് നമ്പർ പോസിറ്റീവായിട്ടുള്ള നമ്പർ എടുക്കുക. എടുത്തില്ലെന്നിട്ട് അതിൻ്റെ ആയിട്ടുള്ള പല പ്രശ്നങ്ങളും നിങ്ങളിപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു ചെക്ക് ചെയ്യുക. എല്ലാവർക്കും അല്ല, അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 90% ഞാൻ ഈ പറയുന്ന 95% 100% സംഭവിച്ചിരിക്കും. കാരണം നമുക്ക് വരുന്ന അത്ര കോളുകളാണല്ലോ, അത്ര ഒരു വീഡിയോ ഇട്ടിട്ട് എന്തുമാത്രം കോളാണ് വന്നേക്കുന്നത്, അല്ല എന്തുമാത്രം മെസ്സേജുകളാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ആ ന്യൂമറോളജിയുടെ പവർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുകയോ എടുക്കുകയോ, അല്ലെങ്കിൽ ഈ ആസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചോദിക്കാനോ എടുക്കാനോ അങ്ങനെയൊക്കെ ഉള്ളതോ എന്തെങ്കിലും താല്പര്യമൊക്കെ ഉള്ള ആൾക്കാരാണെന്ന് നമുക്ക് ബൃഹനാടിയോ അല്ലെന്നേരിയിൽ ഈ പറഞ്ഞ വേദിക അസ്ട്രോളജി അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ന്യൂമറോളജിയോ അല്ലെങ്കിൽ മൊബൈൽ ന്യൂമറോളജിയോ എന്ത് സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്പം ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും എടുക്കാനും ഒക്കെ കഴിയുന്നതാണ്. അപ്പം ഇത്രയൊക്കെയാണ്. അതേമാതിരി ആർക്കെങ്കിലും പഠിക്കാനുണ്ടെന്ന് ഇതിൻ്റെ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.